നമസ്കാരം, ഞാൻ നേമ്പൊയ്യാണ് സംസാരിക്കുന്നത്. നാട്ടിൽ കല്യാണം വന്നാൽ കോഴിക്കാണ് കിടക്കപ്പുറത്തില്ലാത്തുന്നൊരു പണ്ട് ചൊല്ലുണ്ട്. അതേ കണക്കാണ് ഇന്ന് മത്സ്യത്തൊഴിലാളിക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത്. എന്ത് കൊറോണ വന്നാലും എന്ത് വിഷയം വന്നാലും ഏറ്റവും ഇവിടെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോൾ പിന്നെ കാറ്റും മഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരു കച്ചവടം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ. അവർ അത്രയും പട്ടിണിയിലാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വരാൻ കാരണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മളെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലോട്ട് പോയ ഈ കണ്ടെയ്നർ മറിയുണ്ടായി. ഒരുപാട് കണ്ടെയ്നർ കാണാനില്ല. കടലിൻ്റെ അടിയിൽ പോയതുകൊണ്ട്, കരയ്ക്ക് അടിഞ്ഞതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് പരമായിട്ട് തന്നെ പിന്നെ അവർ മറ്റുള്ള നാട്ടുകാരോടും എല്ലായിടത്തും ഒരു ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വസ്തുക്കൾ പോലും ആരും കയ്യിൽ വയ്ക്കില്ല. അതായത് അത് തൊടാൻ പാടില്ല. ഒരുപാട് കെമിക്കൽ സാധനങ്ങൾ, ഓയിലുകൾ, ഫ്രൂഡുകൾ എന്ന് പറയുന്ന പല, അതായത് എന്തൊക്കെ അങ്ങോട്ടും ട്രാൻസ്ഫർ നടത്തേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. നല്ലതും ചീത്തയും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയ ആ ഒരു ബുദ്ധിമുട്ടാണ് അത് ഈ മത്സ്യത്തൊഴിലാളിക്ക് ഉണ്ടായൊരു ബുദ്ധിമുട്ട്. ഇന്ന് സിറ്റി മൊത്തം കണക്ട് വന്നവരാണ്. ഒരു ചന്തയിലെ കച്ചവടമില്ല. ആൾക്കാർക്ക് മീൻ വേണ്ട, അത്രത്തോളം. അതായത് ഈ പിന്നെ മീൻ കഴിച്ചാൽ ചത്തുപോകുന്നവരെ ഇന്നിതാ പറഞ്ഞ് പ്രയോഗിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന പിന്നെ ആ ഒരു കാര്യത്തിനോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് എന്താണെന്നുള്ള കൃത്യമായ ലിസ്റ്റ് ഇവർ പുറത്തു വിട്ടിട്ടില്ല. അത് ഇനിയിപ്പം അതിൻ്റെ അത് NDMA ആണോ, അതോ കള്ളനോട്ടാണോ, അല്ലെങ്കിൽ സ്വർണമാണോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണോ, അതോ മറ്റുള്ള ആരെയും ബോഡിയാണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇവർ ഈ സംഭവങ്ങളെല്ലാം കയറ്റുമ്പോഴത്തേക്ക് തന്നെ എന്തായാലും അതിന് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, എന്തൊക്കെ ആണ് ഏതൊക്കെയാണെന്നുള്ളത്. എത്ര കണ്ടെയ്നറുണ്ട്, എത്ര കണ്ടെയ്നർ ആണെന്ന് പോലും ഇവർക്കാരെ വ്യക്തതയില്ലാത്ത ഒരു രീതിയാണ്. എൻ്റേതായിട്ടുള്ള അറിവച്ച എനിക്ക് പിന്നെ പൂർവ്വ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇത് നമ്മളെല്ലാവരും വോട്ടർമാരാണ്. കാര്യം മനസ്സിലായില്ല. അപ്പം നമുക്ക് എല്ലാ കാര്യം ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള മൗലിക അവകാശം നമ്മൾ പൗരൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ തെറ്റ് ശരി കണ്ടാൽ നമ്മൾ പ്രതികരിക്കുക. കല്ലിയൂർ ഗ്രാമപഞ്ചായത്താണ്. നോക്കിക്കോളൂ, ഞാനിത് ഈ ചന്ത എങ്ങനെയല്ല, എപ്പം വന്നാലും ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഹലോ, നമസ്കാരം ചേട്ടാ. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അരി. അത് ശരി. ഇപ്പം ഈ മീനിൻ്റെ ക്ഷാമത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റുമോ? ക്ഷാമത്തെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരൊക്കെ പറഞ്ഞു കൊടുത്തേക്കണെന്ന് വെച്ചാൽ മീൻ ഇന്ന് എല്ലാവരും ചത്തുവെന്നാണ് പറയുന്നത്. ഞങ്ങൾ എടുത്തോണ്ട് കടപ്പുറത്ത് ഫ്രഷ് മീനാണ് എടുത്തോണ്ട് വന്നത്. അത് ശരി. ഈ മീനിനെ കുറിച്ച് ഈ മീൻ എടുത്തോണ്ട് ഇതെങ്ങനത്തെ മീൻ കഴിക്കുന്നുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഈ മീൻ തന്നെ കഴിക്കണത്. ഞങ്ങളിതുവരെ ചത്തിട്ടില്ല. പിന്നെ കുറേ പാവങ്ങളെ വയറ്റിലടിക്കാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം പിന്നെ എന്താണ് ഈ മീൻ ക്ഷാമം വരാൻ കാരണം എന്താണ്? ക്ഷാമം വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാറ്റും മഴയും കണ്ടില്ലേ. അത് ശരി. ഈ കാറ്റും മഴയത്തെ ഇന്നും പിഴത്തൊന്ന് 5 പേര് പോയിട്ട് 2 പേരെ കാണാൻ. എന്നിട്ടും അവർ റിസ്ക് എടുത്ത് കൊണ്ടുവരുന്ന മീനെ നമ്മൾ കൊള്ള വില കൊടുത്തെടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർ ആരോഗ്യം പറഞ്ഞ് വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോഴത്തെ മീനെ കഴിച്ച് കഴിഞ്ഞാൽ ചത്തുപോകും. നമ്മളെ ഈ കണ്ടെയ്നർ സംബന്ധിച്ച് എന്താ വിഷയമുണ്ടോ അതിൻ്റെ അത്? കണ്ടെയ്നർ വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ എന്തോ വിഷാംശം ചേർത്തിട്ടുള്ളതെന്നൊക്കെ പറയണത്. വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഒന്നും വേറെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ശരി. റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്താണ് കാര്യം എന്നുള്ളത് നമുക്കറിയില്ല. ഇത് മീൻ കുറവാണല്ലേ? മീൻ പൊതുവെ ഇപ്പം കുറവാണ്. അപ്പോൾ വരുന്ന മീനിന് അത്രയ്ക്കും വിലയും കൊടുക്കണം. അത് ശരി. അതായത് നമ്മുടെ ഈ കേരളത്തുകാർ ഏറ്റവും കൂടുതലും പിന്നെ മീനാണ് കഴിയുന്നത്. ഏറ്റവും മീനാണ് എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതാ പിന്നെ ഇതാ നിൽക്കുന്ന ആൾക്കാർ ഒരു 2-3 പെട്ടിയും കാണും. എല്ലാ മീനും കാണും. ചാള കാണും, അയില കാണും, എല്ലാ മീനും ഉള്ള ആൾക്കാരുണ്ടോ? കണ്ടോ? എന്താ ചേട്ടാ, എന്താ മീൻ എടുക്കാത്തതെന്ന്? കാറ്റ് കാരണം മീനുകളൊന്നുമില്ല. കാറ്റ് മഴയും കാരണം മീനുകളൊന്നുമില്ല. അതേ നമ്മൾ മീൻ വാങ്ങിച്ച് തിന്നാനും ആൾ കുറവ്. അത് ശരി. വാങ്ങിച്ച് കഴിക്കാൻ ആൾക്കാർ കുറവ്. അതെന്താ കാരണം എന്താണ്? അങ്ങനെ അവർ പറഞ്ഞ കണ്ടെയ്നർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് വിഷാംശം എന്നുള്ള രീതിയിലാണ് മീനുകൾ വാങ്ങാൻ ആളില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും പിന്നെ അംഗീകരിക്കുന്നുണ്ട് ഈ പിന്നെ ഇപ്പം പിന്നെ ഈ കടൽ കായം കലക്കി കഴിഞ്ഞാൽ ഒന്നും ആവില്ലല്ലോ. അതേ പിന്നെ ഇത്രയും അതേ നമ്മളൊരു 3% കടലും ഒരു 1% കര ഉള്ളത് അല്ലേ? 1% പോലും കരയില്ല. കരയില്ല. അത് ജനങ്ങളല്ലേ മനസ്സിലാക്കാനുള്ളത്. വാങ്ങിച്ചു കഴിക്കുന്ന ജനങ്ങളല്ലേ മനസ്സിലാക്കാനുള്ളത്. അതെ. അപ്പോൾ പിന്നെ വാർത്തയിൽ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിടുമ്പോൾ അവരത് മുതലെടുത്തോണ്ടിരിക്കുകയല്ലേ. അത് ശരി. അപ്പോൾ എന്തോ പിന്നെ ഈ പറയും പോലെ എന്തോ പിന്നെ അവർ രഹസ്യങ്ങൾ എന്തെങ്കിലും കാണും. അതുകൊണ്ടായിരിക്കും അല്ലേ? ഉറപ്പായിരിക്കും. അല്ലാതെ പിന്നെ വേറെ ഒന്നും. അത് ശരി. സർക്കാർ ഇന്നലെ പറയുന്നത് സർക്കാർ കഴിക്കാൻ പറയണം.
ഇന്നലെ സർക്കാർ പറയുന്നു, സർക്കാർ കഴിക്കാൻ പറയുന്നു. ഉണ്ടോ? പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ 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 ഇന്ന് നമ്മളെ ചന്തയിലുള്ള അമ്മച്ചി എങ്ങനെയാണ് നിങ്ങളെ കച്ചവടങ്ങൾ കച്ചവടങ്ങളൊന്നും നടക്കണില്ല. മീൻ വാങ്ങിക്കാൻ ആളുകൾ വരുന്നില്ല. എന്താണെന്ന് അവർ പറയുന്നത് വിഷം അവിടെ കടലിൽ കിടക്കണം. വിഷം എങ്ങനെയാണ് കടലിൽ അവിടെ കണ്ടെയ്നർ കിൻഡനീറ വന്ന് അവിടെ കടലിൽ കിടക്കും. നിങ്ങൾ ആ ഭാഗത്തുള്ളതല്ലേ? ഇല്ല, ഞങ്ങള് പൂന്തറ ഉള്ളതാണ്. അത് ശരി. മാർഗമില്ല. ഉണ്ടോ? ജീവിക്കാൻ മാർഗമില്ലെന്നാണ് അവര് പറയുന്നത്. ഉണ്ടോ? മീനൊക്കെ കൊണ്ടുവന്ന് വാങ്ങിക്കാൻ ആളില്ല. ഉണ്ടോ? നല്ല പിടയ്ക്കണ മീനെന്നാണ് അവര് പറയുന്നത്. ഉണ്ടോ? 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 ഈ പിടയ്ക്കണ മീനൊക്കെ കൊണ്ടുവന്ന് വാങ്ങിക്കാൻ ആളുകളില്ല. കമ്പോളത്തിൽ ആളുകൾ കയറുന്നില്ല. എന്താ ഈ മീൻ്റെ പേരെന്താണ്? കണ്ടോ? ഇത്രയും ഞാൻ വേണമെങ്കിൽ എടുത്ത് കാട്ടിത്തരാം. കണ്ടോ? ഇത്രയും പിടയ്ക്കുന്ന മീൻ പോലും കഴിക്കാൻ ഇവിടെ ആൾക്കാരില്ല. കണ്ടോ? കണ്ടോ? മൊത്തം ജീവമുള്ള മീനാ. കണ്ടോ? ഇതുപോലും കഴിക്കാൻ ഇവിടെ ആൾക്കാരില്ല. കണ്ടോ? അത്രയും പേടി വെച്ചിരിക്കുക. ആളുകളില്ല. 10 രൂപയ്ക്ക് മീൻ ആളില്ല, 10 രൂപയുടെ മീൻ വാങ്ങിക്കാൻ പോലും ആളില്ല. എന്തുവല്ലായാലും മീൻ എടുത്തുകൊണ്ടിരുന്ന വാങ്ങാനുള്ള ആളുണ്ടെങ്കിലല്ലേ എടുത്തുകൊണ്ടിട്ട് കാര്യമുള്ളൂ. എന്ത് ചെയ്യണം ഞങ്ങള്? കാറ്റ് കാരണം മീൻ കണ്ടോ? ബഹുമാനപ്പെട്ട സുഹൃത്തെ, അതെ ഈ പാവപ്പെട്ട ഇവരൊക്കെ എന്ത് ചെയ്തിട്ട് കണ്ടോ? ഇതെല്ലാം സീ പോക്കാണെങ്കിൽ ജനങ്ങളെ അടുത്തൊരു തീരുമാനങ്ങളാവും. ഇങ്ങനത്തെ എങ്ങനെ രക്ഷപ്പെടും ജീവിക്കും ആൾക്കാർ? ഇതിന് വലിയ ബുദ്ധിമുട്ടാവും. കാരണം നേരെ ചന്ത കിടക്കുന്ന കോലമാണ്. ഇത്രയും രീതിയിൽ ചന്ത വന്നിട്ടില്ല. കണ്ടോ? എപ്പോൾ ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്നാലും മൊത്തം ആൾക്കാരാണ്. ജനം കൊണ്ട് ഈ ശാന്തിയുള്ള കുരുമി പിന്നെ എന്താണ് അതെ ശാന്തിയുള്ള കുർബാനി മാർഗം എന്ന് പറഞ്ഞാൽ പാങ്ങി തിരക്കുള്ളൊരു ഇന്ന് പിന്നെ ശോഷണീയമാണ്. ഇവിടെ ആൾക്കാരില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മീൻ വാങ്ങിക്കാൻ മൊത്തം തിരക്കാണ്. കണ്ടോ? കണ്ടോ? എന്തിനായാലും പിന്നെ ഇതിപ്പോൾ നമ്മോട് അവിടെ കുറ്റം പറയും. കണ്ടോ? ഇവിടെ മൊത്തം പിന്നെ ഇതൊന്നും മേശ ചെയ്തൊന്നും ഇഷ്ടംപോലെ മേശ ഉള്ളതാണ് അവിടെ. കണ്ടോ? മൈ കച്ചവടം കൊണ്ടാ മാമി? കൊണ്ടാ കച്ചവടം കൊണ്ടാ തന്നെ അല്ലേ? കച്ചവടം കൊണ്ടാ കച്ചവടം കൊണ്ടാ കച്ചവടം കൊണ്ടാ ഇതാണ് നമ്മളെ പഴയ രാജാക്കനാണ്. മനസ്സിൽ വേണ്ട, ഞായറാഴ്ച വാങ്ങിക്കാം. വാങ്ങിച്ചില്ല മീൻ കൊള്ളുന്നതാണല്ലേ? മീനൊന്നുമില്ല, കരുവാട് മാത്രമല്ലേ ഉള്ളൂ. മീനുണ്ട് എല്ലാം പിന്നെ മീനുണ്ട്. പക്ഷേ പിന്നെ മൊത്തം കരുവാടല്ലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കുർബാനി ചന്ത. കണ്ടോ? എന്തായാലും ഈ വീഡിയോ ഞാൻ നീട്ടുന്നില്ല. ഞാനൊരു അങ്ങുമിഞ്ഞ് തൊടാതെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ ഗൗരവങ്ങളും കാര്യങ്ങളും അറിയാം. പക്ഷേ ഇതിൻ്റെ ലിസ്റ്റ് അവർ എഴുതുക. ഈ കണ്ടന്റ് അത് ഇത്രയും കണ്ടന്റ് ഒരു 600 ജില്ലാണ് കണ്ടന്റ് ഉണ്ടായത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അവർ വെളിപ്പെടുത്തട്ടെ. ഇപ്പോൾ ഇതാ പിന്നെ ഒരു കണ്ടന്റ് മൊത്തം ഫുൾ തടി നമ്മളെ ഈ കൊല്ല ഭാഗത്ത് വീഴുന്നു. അവിടെ എല്ലാം കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാം പറക്കി ആവശ്യക്കാരുടെ അടുത്തും കാണാൻ പറയാൻ പറ്റൂല. എന്നിട്ട് പോലും അവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് ബുദ്ധിമുട്ട്. അതിൻ്റെയൊക്കെ ആവശ്യത്താണ് ഇത്രയും ഈ കടലിൻ്റെ അകത്ത് ഇറങ്ങി ഇത്രയും ചെറുപ്പക്കാരന്മാർ പിന്നെ തടിയെല്ലാം കരക്കി കയറ്റി അവരെ പിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അവരെ വീണ്ടും പട്ടിണിയാവേ. ഇതെന്താണ് ഈ കേരളം ഇങ്ങനെ പോകുന്നത്? എന്ത് കാര്യം എന്താണ്? വിഷമം കൊണ്ട് മാത്രമാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഞാൻ അവസാനിക്കുന്നു. ഇതിൻ്റെ മറ്റു വകുപ്പുമായി ഞാൻ ഉടനെ വരും. ഓക്കെ.